കിഴക്കൻ ഫ്രാൻസിലെ അൽസാസിൽ ഗോതമ്പ് വയലുകളുടെ നടുവിൽ 1000 വർഷം പഴക്കമുള്ള ഒരു ട്രപ്പിസ്റ്റ് ആശ്രമം സ്ഥിതി ചെയ്യുന്നുണ്ട്. അവർ ലേഡി ഓഫ് ഓലൻബർഗ് അബേ എന്ന ആശ്രമം 1000 വർഷങ്ങൾക്കിടയിൽ സംഭവിച്ച എല്ലാ യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും സാക്ഷിയാണ്. എന്നാൽ എല്ലാ സംഘർഷങ്ങളെയും അതിജീവിച്ച് 370 ഏക്കർ വരുന്ന ഗോതമ്പ് വയലുകൾക്ക് നടുവിൽ ശിരസ്സുയർത്തി നിൽക്കുകയാണ് അവർ ലേഡി ഓഫ് ഓലൻബർഗ് അബേ. 1046 ലിയോ 9 മാർപ്പാപ്പയുടെ മാതാവും അതേസമയം ഫ്രാൻസിലെ എഗുഷേം പ്രഭ്യുവുമായിരുന്ന ഹെയിൽവിഗെ ദെ ദബോ അഗസ്റ്റീനിയൻ ആത്മീയത പിന്തുടരുന്ന സന്യാസികൾക്കായി പണികഴിപ്പിച്ച ആശ്രമമാണിത്. ആശ്രമത്തിന്റെ ഒരു വശത്ത് ഒരു ചെറിയ കുന്നും ഒരരുവിയും ഉണ്ടായിരുന്നതിനാൽ ഇവയുടെ ലാറ്റിൻ പദങ്ങളായ ബെർഗ്, ഓലൻ എന്നിവ ചേർത്തുവെച്ചാണ് ഒലൻബർഗ് എന്ന പേര് ആശ്രമത്തിന് ലഭിക്കുന്നത്. ആശ്രമം സ്ഥാപിച്ചതിനു ശേഷം അധികം താമസിക്കാതെ തന്നെ ദൈവവിളിയാലും സാമ്പത്തികമായും ആശ്രമം അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ 14-ാം നൂറ്റാണ്ടു മുതലുള്ള വർഷങ്ങൾ ഒലൻബർഗ് അബേക്ക് വളരെ കഷ്ടത നിറഞ്ഞ കാലഘട്ടമായിരുന്നു. യുദ്ധവും മറ്റ് സംഘർഷങ്ങളും കാരണം ആശ്രമത്തിന്റെ നടത്തിപ്പ് പല അധികാരികളുടെയും അധീനതയിലായി. സംഘർഷങ്ങളുടെ ആദ്യ നാളുകളിൽ ഓസ്ട്രിയൻ പ്രഭുവും 1626 ഫ്രിബോർഗിലെ ജെസ്യൂട്ട് സന്യാസ സമൂഹങ്ങളും 1774 ഫ്രിബോർഗ് സർവകലാശാല തുടങ്ങിയവ ആശ്രമത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. തുടർന്നുണ്ടായ ഫ്രഞ്ച് വിപ്ലവം ആശ്രമത്തെ മരണകരമായ രീതിയിൽ ബാധിച്ചു. 1794 ആശ്രമവും അനുബന്ധ ലൈബ്രറിയും പൊതുസ്വത്തായി കണ്ട് ലേലത്തിന് വെക്കുകയും ഒരു വ്യവസായി ആശ്രമം സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീടും ആശ്രമത്തിന്റെ അവകാശം പലരുടെയും കൈകളിലൂടെ മാറിമറഞ്ഞു. ഒടുവിൽ 1821 ആശ്രമം പെൺകുട്ടികളുടെ ബോർഡിംഗ് സ്കൂളായി മാറ്റപ്പെട്ടു. തുടർന്ന് 1825 ട്രപ്പിസ്റ്റ് സന്യാസികൾ ആശ്രമം ഏറ്റെടുത്തതോടെയാണ് ഒലൻബർഗ് അബേക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമായത്. ദൈവവിളികൾ വർദ്ധിച്ച് 80 വൈദികരും 120 വൈദിക വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു സമൂഹമായി ഒലൻബർഗ് അബേ മാറി. അതിനിടയിൽ പൊട്ടിപ്പുറപ്പെട്ട 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ ആശ്രമത്തെ കാര്യമായി തന്നെ ബാധിച്ചു. ബോംബാക്രമണത്തിൽ തകർക്കപ്പെട്ട ആശ്രമത്തിന്റെ ഭാഗങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ സുണ്ടർട്ട് ആശ്രമത്തിലെ ഡച്ച് ട്രപ്പിസ്റ്റ് സന്യാസികളുടെ സഹകരണത്തോടെയാണ് പൂർത്തിയായത്. ഇന്ന് ബെനഡിക്റ്റൻ ആത്മീയത പിന്തുടരുന്ന 9 സന്യാസികളാണ് ഒലൻബർഗ് അബേയിലുള്ളത്. പ്രാർത്ഥനയും പ്രവൃത്തിയും ജീവിതവ്രതമായി സ്വീകരിച്ച ഇവരുടെ ദിവസം രാവിലെ 4:30 പ്രാർത്ഥനയോടെ ആരംഭിക്കുകയും ശേഷം 370 ഏക്കറോളം വരുന്ന ഗോതമ്പ് വയലിന്റെ മേൽനോട്ടവും ഗോതമ്പ് പൊടിയും പാസ്റ്റ ഉൽപ്പന്നവുമായി കടന്നുപോകുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.